ആരാടാ എന്റെ മോനെ അടിച്ച്? പറയടാ. ഞാനാ അടിച്ചത്. നീ എന്റെ കുഞ്ഞിനെ അടിക്കും. അല്ലടാ. അപ്പൻ ഒരുപാട് ഇടി കിട്ടിയല്ലേ? ആദ്യത്തെ ഇടി മാത്രം നടുവും പുറത്തിട്ട് കിട്ടി, രണ്ടാമത്തെ ഇവിടെ കിട്ടി, ബാക്കിയൊക്കെ ഞാൻ നെഞ്ചുകൊണ്ട് തടുത്തില്ലടാ. അവരിടിച്ച് ചമ്മന്തിയാക്കണപ്പാ. അവരെ മാത്രല്ല, ഇനി നിന്നെ ഇടിക്കുന്നവരെ ഒക്കെ നീ തോപ്പിക്കണം. അതിനെന്താണ് അപ്പൊ ഒരു വഴി? വഴിന്ന് ചോദിച്ചു കഴിഞ്ഞാ പിന്നെ അങ്ങനെ എങ്ങനെയുണ്ട് മാഷേ? ഇവനെ യേശുദാസാക്കാൻ പറ്റുമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഓ ആയിക്കോട്ടെ. ആ മതി മതി മതി. ഇനി പാല് കുടിക്കേ, എന്നിട്ട് ഈ 4 മുട്ട എങ്ങനെ കഴിക്കും? ശബ്ദം നന്നാവട്ടെ. വേണ്ട, നല്ല മോനല്ലേ. അവന് വേണ്ടെങ്കി കൊടുക്കണ്ട. ഇത് പിടിച്ചേ, കുടിക്കടാ. പറഞ്ഞ മനസ്സിലാവണ്ടേ? അതെങ്ങനെയാ? വയററിയാതെ തീറ്റയും കൊടുക്കും, പ്രായം അറിയാതെ കുഞ്ഞിനെ രോഗത്തുള്ള എല്ലാ വിദ്യകളും പഠിപ്പിക്കുകയും ചെയ്യും. പഠിപ്പിക്കോടോ, എന്റെ മകനെ ഞാൻ എല്ലാം പഠിപ്പിക്കും. എല്ലാത്തിലും ഞാൻ അവനെ ഒന്നാമനാക്കുകയും ചെയ്യും. അത് തന്നെ. അങ്ങനെ എനിക്ക് സാധിക്കാതെ പോയതെല്ലാം ഞാൻ എന്റെ മകനിലൂടെ നേടും. അതെ, മലബാർ കാറ്ററിംഗ് സർവീസിന്റെ മാനേജർ തോമസ് ഊട്ടിയാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇല്ല എന്നൊരു 1000 പ്രാവശ്യം പറഞ്ഞില്ലടോ. വെക്കണോ ഫോണോടെ? സാർ, കോഴിയുടെ മുട്ടയുടെയും കാര്യമൊന്നും പറഞ്ഞില്ല. നിനക്ക് മുട്ടയിട്ട് വിരിയിപ്പിച്ച് കോഴി ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ കുറച്ച് സമയം കഴിയട്ടെ. എന്താടോ ഇത്? ചക്ക, മാമ്പഴപ്പുളിശ്ശേരിക്ക് ചക്ക. അത് പിന്നെ അയ്യേ, കുറെ പോത്തന്മാരെ കിട്ടിയിട്ടുണ്ട്. എരിശ്ശേരി ഏതാ തലശ്ശേരി ഏതെന്ന് അറിയാൻ പാടില്ലാത്തവന്മാര്. നിനക്ക് ഞാനിപ്പോ ശരിയാക്കി തരാം. സാർ, നിങ്ങൾ ഇപ്പോൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. അല്പസമയം കഴിഞ്ഞു വിളിക്കുക. സാറേ, ഈ ഫോണിന് നല്ല റേഞ്ച് ഉണ്ടല്ലോ. റേഞ്ച് ഉണ്ടാ? പറഞ്ഞതുപോലെ ഇതിന് റേഞ്ച് ഉണ്ടല്ലോ. അവിടെ കിടന്ന് തിളക്കട്ടടാ. നിനക്ക് ഞാൻ പറഞ്ഞതിന്റെ സൂത്രം മനസ്സിലായില്ല അല്ലേ? ഇപ്പൊ മനസ്സിലായി. സാർ, കോഴിമുട്ട എവിടെന്നാ വാങ്ങേണ്ടതെന്ന് പറഞ്ഞില്ല. സാധാരണ എവിടുന്ന് എടുക്കാറുള്ളത്? കോയമ്പത്തൂർ. അപ്പൊ അവിടുന്ന് തന്നെ എടുക്കാൻ എന്തിനാ എന്റെ പിന്നാലെ കിടന്ന് നടക്കണേ? പോടോ. ഇതെന്താ? മത്തങ്ങ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ. മാമ്പഴപ്പുളിശ്ശേരിക്ക് മത്തങ്ങ ഉണ്ടാക്കാൻ കത്തിങ്ങനെ എടുത്തവനെ ഒന്നും കൊല്ലട്ടെ. നിങ്ങൾ വിളിക്കുന്ന ആൽബി ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. അല്പസമയം കഴിഞ്ഞ് വിളിക്കടാ പന്നി. അതേടാ, ഞാൻ തന്നെയാടാ തോമസ്. വെക്കട ഫോണോടെ. ഓ, അവന്റെ ഫോണങ്ങ് കിട്ടിയിരുന്നെങ്കിൽ സാമ്പാറിലേക്ക് എടുത്ത് ഒറ്റ വീക്കായിരുന്നു. ഈ പട്ടന്മാർക്ക് എന്താ ഇവിടെ കാര്യം? ആരായി തോമസ് ഊട്ടി? ഞാനാ. ഞാൻ രാമനാഥൻ. ഗ്ലാഡ് മീറ്റ് യു. ഒന്നിങ്ങ് വന്നേ. എന്താ വിശേഷിച്ച് സ്വാമിമാരെ? ഒക്കെ പറയാം. നിങ്ങളുടെ അച്ഛനും ഒന്നുമല്ലല്ലോ ഞാൻ. ഈ കിട്ടിയതല്ലേ? എന്തിനാണ് മനസ്സിലായോ? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി പട്ടു ചേട്ടാ. പൂണൂല് കല്യാണത്തിന് വിളമ്പേണ്ട സാമ്പാറിനും ചോറിനും പകരം നിങ്ങളുടെ വീട്ടിലെത്തിയത് ചിക്കൻ ബിരിയാണിയാണ് അല്ലേ? സോറി ചേട്ടാ. ആരറിയോ? നിങ്ങളറിയോ? ആരാ തോമസ്? ഞാനാ. നിങ്ങളാ ക്രിസ്ത്യാനികളുടെ കല്യാണ വീട്ടിൽ നിന്ന് വരുന്നവരല്ലേ? എന്നാ നിങ്ങളൊന്ന് മാറിന്നേ. ഇവരുടെ കഴിഞ്ഞതാ. ഇതവിടെയാണ് സ്ഥലം. ഇവിടെ വന്നിട്ട് ചെയ്യാം നമുക്ക്. വാ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് കാര്യം എനിക്ക് പിടികിട്ടി. ഞാൻ കൃതാർത്ഥനാ. നിങ്ങളുടെ കല്യാണ സദ്യക്ക് എത്തിക്കേണ്ട ചിക്കൻ ബിരിയാണിക്ക് പകരം നിങ്ങളുടെ വീട്ടിലെത്തിയത് സാമ്പാറും ചോറുമാണ്. എനിക്കതിൽ ദുഃഖമുണ്ട്. ചേട്ടന്മാരും ഇടുവാ. എനിക്ക് തീരെ വയ്യ.
നിങ്ങളുടെ ചിക്കൻ ബിരിയാണി ദേ ഈ പട്ടിണി ചേട്ടന്മാരുടെ വീട്ടിലുണ്ട്. നിങ്ങളുടെ സാമ്പാറും ചോറും ഈ ക്രിസ്ത്യാനി ചേട്ടന്റെ വീട്ടിലുണ്ട്. അത് എത്രയും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണമെന്ന്. എന്തിനാ ചേഞ്ച് ചെയ്യണേ? നിങ്ങളുടെ വീടുകൾ തമ്മിൽ ഒരു മതിലിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ചിക്കൻ ബിരിയാണി കഴിക്കേണ്ട ചേട്ടന്മാരെ ഈ പട്ടിണി ചേട്ടന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം. സാമ്പാറും ചോറും കഴിക്കേണ്ട ചേട്ടന്മാരെ ഈ ക്രിസ്ത്യാനി ചേട്ടന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം. അതല്ലേ മത സൗഹാർദ്ദം. അപ്പൊ ചെല്ല്. ഒരു മിനിറ്റ് എന്തോ പറയാൻ മറന്നു. ഒന്ന് എല്ലാവരും വന്നേ, എന്ന് വന്നേ. അതെ, കൈക്ക് ബലമുണ്ടെന്ന് കരുതി ആരെയും ഇങ്ങനെ ഇടിക്കരുതടാ, കള്ളപ്പന്നികളെ. എന്റെ ദൈവേ. ദേ അടുത്ത കുരിശു വരുന്നു. ഹലോ, അതെ, എത്രയും പെട്ടെന്ന് രാജിവെക്കാൻ പോണ മാനേജർ തോമസ് കുട്ടിയാണ് സംസാരിക്കുന്നത്. എന്റെ സാറേ, ഞാൻ പറഞ്ഞില്ലേ അവരെവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായി 2 ദിവസം മുമ്പ് പോയത് അപ്പനും ഇറങ്ങിയോ? ഇത് ഞാൻ പണ്ട് തല്ലുണ്ടാക്കിയ ബാറല്ലേ? അതെ, അതുകൊണ്ടല്ലേ അപ്പനെ പെട്ടിക്കാത്തിട്ട് പൂട്ടിക്കൊള്ളുന്നു. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ? ഇല്ലടാ, ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, ഉറപ്പ്. വണ്ടി വിട്ടോ, നല്ല ബ്രാൻഡിയുടെ മണം. വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തേക്ക്, വീണ്ടും ആവശ്യം വരും. ഓ, ഇവിടെ എന്താ വേണ്ടേ സർ? ഇമ്പോർട്ടന്റ് ഡ്രിങ്ക്സ് ഇല്ലേ? ഉണ്ട്. ജോണി വാക്കർ ബ്ലാക്ക് ലേബിൾ, ഒരു സ്മോളും ഒരു ബിയർ. എനിക്ക് സ്മോൾ വേണ്ട, ലാർജ് മതി. കുളിക്കാനൊന്നും അല്ലല്ലോ, കുടിക്കാനല്ലേ? അത് മതി. വേഗം വേണേ. ഓക്കെ സർ. ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്തോളാം. ഓക്കെ സർ. വേഗം നാട്ടെ, വേഗം ഒഴിക്കടാ. മതി. ആക്രാന്തം കാണിക്കാതെ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കിടന്നുണ്ടാക്കിയ അലമ്പൊക്കെ അറിയാലോ, ഞാൻ തരാം. തുള്ളി 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 തുള്ളി. ആ വേണ്ടെങ്കി വേണ്ട. ടച്ചിങ്സ് ഇല്ലേ? ഉണ്ടല്ലോ. മൊത്തത്തിലെടുത്ത് തിന്നേക്കരുത്, ഇന്നൊന്നും കഴിക്കാൻ പറ്റില്ല. അതെ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് പെട്ടെന്ന് വരാം. പയ്യ വന്നാ മതി, ധൃതി വെക്കണം. ഓ മതി ധാരാളം. ഇപ്പൊ അറിയിച്ചേരാടാ. തലടാ. അപ്പാ, എന്താ പ്രശ്നം? ഇവന് ഞാൻ ഏത് നഴ്സറിയിലാ പഠിക്കുന്നതെന്ന് അറിയണം, അറിയിച്ചു കൊടുത്തതാ. സോറി, എന്റെ അപ്പനായാലും അപ്പൂപ്പനായാലും ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ മോറേ. അപ്പാ പോവാം. അപ്പാ അപ്പാ അപ്പാ. കർത്താവേ, മുങ്ങിയോ? അപ്പാ ഇതിനിടയിൽ വന്ന് ഒളിച്ചിരിക്കുകയാണല്ലേ. ഞാൻ ഏത് നഴ്സറിയാന്ന് അവന്മാർക്ക് പറഞ്ഞു കൊടുത്തോടാ. എന്റെ അമ്മോ, ഫുൾ ബോട്ടിലുണ്ടായിരുന്നു, മുഴുവൻ തീർത്തോ? ഇല്ല. എന്റെ അമ്മോ. അപ്പനെ ഇങ്ങോട്ട് ഇറങ്ങി. ഞാനിപ്പോ ഇറങ്ങുന്നില്ല. ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്. ഞാൻ വന്നേക്കാം. ഇങ്ങോട്ട് ഇവിടെ പാൻറ് വിട്, പാൻറ് അഴിയും. നാണക്കേട് നാട്ടുകാർ കാണും. ആഹാ, അങ്ങനെ നാണം കെടാൻ മാത്രമേ എന്താ ഉള്ളതെന്ന് എനിക്കൊന്നും അറിയാമല്ലോ. ഇവിടെ നിൽക്ക്. അപ്പനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. ആ ബാറിൽ കയറുന്നതിന് മുമ്പ് 1000 തവണ ഞാൻ പറഞ്ഞതല്ലേ വെള്ളം പിടിച്ച് പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. എന്നിട്ട് ഇടി തുടങ്ങാൻ നേരത്തെ അപ്പനങ്ങ് മുങ്ങിയില്ലേ. ദുഷ്ടനാണപ്പൻ, ദുഷ്ടൻ. ഒരപ്പനല്ലേ ഉള്ളൂന്ന് കരുതി ഓമനിച്ചൻ ലാളിച്ചെന്താ ഈ നെഞ്ചിലെ ചൂട് തന്ന് വളർത്തിയതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഒന്നേ ഉള്ളെങ്കിലും ഒലക്കി കടിച്ച് വളർത്തണം എന്നാണല്ലോ ചൊല്ല്. അത് ചെയ്യാതെ അപ്പനെ സർവ്വസ്വാതന്ത്ര്യം തന്നാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം. എനിക്ക് സ്വാതന്ത്ര്യം തരാൻ നീ ആരാ, ബ്രിട്ടീഷുകാരനോ? അങ്ങനെ വല്ല ആയിരുന്നെങ്കിൽ അപ്പനെ ഞാൻ വെട്ടി വെച്ച് കൊന്നേനെ. വെറുതെ അല്ല ദൈവം അപ്പനെ പൊക്കം തരാതിരുന്നത്. എന്തിടാന്ന്? എന്റെ ഈ കൈ വീണ ഉണ്ടല്ലോ, 7 ദിവസം കഴിഞ്ഞ് നീ ആശുപത്രിയിൽ എഴുന്നേക്കൂ. അപ്പനാര് ഭീമൻ രഘു? എത്തിയോ? പുറത്ത് കടിപിടി കൂടുന്ന ശബ്ദം കേട്ടപ്പോഴേ തോന്നി അപ്പനും മോനും എത്തിന്ന്. അല്ല, സാധാരണ ടൂർ കഴിഞ്ഞ് വരുമ്പോ അപ്പന്റെയും മോന്റെ കയ്യിലും കാലിലും കെട്ടൊക്കെ കാണൂല്ലോ.
ഈ പ്രാവശ്യം അതൊന്നും ഇല്ലേ? ഇപ്രാവശ്യം മൂക്കിൽ പഞ്ഞി വെച്ചാ വരേണ്ടിയിരുന്നത്. ഭാഗ്യം കൊണ്ട് ആ ബാറിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഓ, അപ്പൊ ഇത്തവണയും തല്ലുണ്ടാക്കി. ആ എല്ലാത്തിനും കാരണം ഈ അപ്പനാന്ന്. വളരും തോറും അപ്പന്റെ കുരുത്തക്കേട് കൂടിക്കൂടിയല്ലേ വരുന്നത്. വളർന്നു എന്ന് പറയാൻ നിന്റെ അപ്പൻ 6 അടി ഒന്നും വളർന്നില്ലല്ലോ. ജനിച്ചപ്പോ എത്രയുണ്ടായിരുന്നു അത്രയും തന്നെയല്ലേ ഉള്ളൂ ഇപ്പോഴും. താൻ പോടൂ. പോകാൻ തന്നെയാ വന്നത്. അത് നിങ്ങൾ വന്നിട്ടാകാമെന്ന് കരുതി. മോനെ, ഇത് ഐശ്വര്യമായിട്ട് അങ്ങ് പിടിച്ചേ. എന്തത്? എന്റെ രാജിക്കത്ത. ഓ തയ്യക്കാരി രാജി, അവള് കത്ത് വായിച്ചോ? ഓ, രാജി എന്ന് പറഞ്ഞപ്പോ നിന്റെ അപ്പന്റെ ചുണ്ടിൽ തേനൊലിക്കണ കണ്ട. ഈ സാധനത്തിന് ഇവിടുന്ന് വിളിച്ചോണ്ട് കൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ വല്ല കാക്കിക്ക് എറിഞ്ഞു കൊടുക്കും. ദേ, നീ ഇത് പിടിച്ചേ, എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. അയ്യോ, ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാവാൻ ഇവിടെ എന്താ സംഭവിച്ചത്? എനിക്കിനി നാട്ടുകാരെ ഇടി കൊള്ളാൻ വയ്യ. ഒരു ദിവസം പട്ടന്മാരുടെ ഇടി, അത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഇടി, അങ്ങനെ ജാതി മാറി ഇടി കൊള്ളാൻ എനിക്ക് വയ്യ. ദാ ദേ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഗോവയിൽ നിന്ന് ഞാൻ നല്ല ഫെനി കൊണ്ടുന്നുണ്ട്. പനിയാ? പന്നി പനിയാ? അതൊന്നുമല്ല, ഫെനി. ഓഫീസിൽ പോയി വന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു 2 അടിച്ചിട്ട് തോമസ് ചേട്ടന്റെ ഈ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കുന്നു. വാ വാ. അതെ, സ്കൂള് വിട്ട് പെൺകുട്ടികൾ പോണ നേരാണ്. വെറുതെ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കരുത്. മണ്ട, അവനറിയില്ലല്ലോ ഞാൻ ടീച്ചർമാരെയാ നോക്കുന്നത്. മുരളി തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി. മുരളി മുരളി, നിന്റെ അടിയിലെങ്ങാനും ഉണ്ടോ? അടയ്ക്കാവനായിരുന്നു കാണായിരുന്നു. ഇതിപ്പോ അടയ്ക്കായിപ്പോയില്ലേ മുരളി? ഈ കരീന കപൂറിന് ഇത്രയും സൗന്ദര്യമുണ്ടോ? ആ, സേഫ് അലി ഖാന്റെ ഭാഗ്യം. അടയ്ക്കയുടെ അത്രയേ ഉള്ളൂങ്കിലും എന്താ രാജാവിനെ പോലെയല്ലേ ജീവിക്കുന്നത്? അകത്ത് കാണാത്തപ്പോഴേ ഞാൻ കരുതി ഇവിടെ കാണുമെന്ന്. ഈ കടൽക്കരയിൽ ഇരുന്ന് വെയിലുള്ളതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ മുതലാളി? അല്ല, ഈ പൂളിന്റെ കരയിൽ ഇരുന്ന് വെയിലുള്ളതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന്. താനിത് എവിടെയായിരുന്നു? വന്നപ്പോ മുതൽ ഞാൻ തന്നെ അന്വേഷിക്കുക. മുതലാളിക്ക് അറിയോ, വീട്ടുകാര്യത്തിക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഈ പണിക്ക് വരുന്നത് മുതലാളികളുടെ സ്നേഹം കൊണ്ടാ. പിന്നെ ഞാനിവിടുത്തെ ഡ്രൈവർ മാത്രമല്ലല്ലോ. വണ്ടിയുടെ കാര്യം നോക്കണം, ഓഫീസിലെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. അത് പോട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു മുതലാളി ഗോവൻ ട്രിപ്പ്? കലക്കി. എന്റെ പ്രേമ, പെണ്ണുങ്ങളെ കാണും നല്ല പൂവമ്പഴം പോലിരിക്കും, നല്ല ചൊകാന്ന്. എന്നിട്ട് ഏതെങ്കിലും പൂവമ്പഴത്തിന് മുതലാളി എവിടെ? ആ ആൽബി കൂടെ ഉണ്ടായിരുന്നോണ്ട് ഒരു കാര്യം നടന്നില്ലേ. ഒരു ദിവസം നമുക്കൊന്ന് പോയി അടിച്ച് പൊളിക്കണം. പൊക്കം കുറഞ്ഞവർക്ക് അവിടെ നല്ല മാർക്കറ്റാ. ഈശ്വര. ഓമനെ ഓ ചേട്ടൻ എന്നെ വിളിച്ചോ? അപ്പവും മുട്ടക്കറി. ഈ ചേട്ടന്റെ സ്നേഹം കാണുമ്പോ നിന്നെ പോലെ നിന്റെ അയൽക്കാരിയെ സ്നേഹിക്കണമെന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നേ, അല്ലേ ഓമനെ? ചേട്ടാ, ഞാൻ ഇന്നാള് ചോദിച്ച സാധനം തന്നില്ല. എന്ത്? ബദാം. ഓ, അതായിരുന്നോ? അതാ ആൽബിയുടെ തലമാരയുടെ പൊക്കത്തി വെച്ചേക്ക്, എനിക്ക് എത്തത്തില്ല. പിന്നെ നമ്മുടെ ആ തങ്കമണി ഇത്തിരി പഞ്ചസാരയും തേയിലയും ചോദിച്ചു. ആൽബി പോയിട്ട് വന്നാ മതി എന്ന് പറയണം. ഓ, അവക്കൊന്നും കൊടുക്കണ്ട, അവളൊക്കെ ചേട്ടനെ പറ്റിക്കുക. ആണോ? കർത്താവേ, ആൽബി ഓടിക്കോ. ഓമനെ, ഇന്നും കിസ് തന്നില്ല. ഈശോയെ, ഇന്നും ഫ്ലൈ കിസോ. നാശം പിടിക്കാൻ കൊടുത്ത അപ്പവും മുട്ടക്കറി വേസ്റ്റായി. ഇവിടെ പോയി. ഇവിടെ ഇരുന്ന് അപ്പവും മുട്ടക്കറി എവിടെ? അപ്പാ, ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് പോയ അപ്പവും മുട്ടക്കറി എവിടെയെന്ന്? അപ്പാ, ഞാൻ അങ്ങോട്ട് വരണോ അല്ല അങ്ങ് വരുന്നോ? ഞാൻ വരാം. അത് ഞാനേ അപ്പുറത്തെ വീട്ടിലെ ഓമനയ്ക്ക് കൊടുത്തു. പാവം, രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലടാ. ഓമനയാര്? അപ്പന്റെ കാമുകിയോ? എന്റെ കർത്താവ്, ഇനി ഞാൻ എന്ത് കഴിക്കും? അത് മോനെ ആൽബി, ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ, ആ മതിലൊന്ന് പൊക്കിക്കെട്ട്. അപ്പൊ നീ എന്താ പറഞ്ഞ? കാറ്റ് വരട്ടെ എന്ന്. എനിക്കൊരു സത്യം ഇപ്പൊ അറിയണം. എലി വീണ് ചത്തൊന്നും പറഞ്ഞ അന്നൊരു അരച്ചാക്ക് അരിയെടുത്ത് അപ്പം കളഞ്ഞതേ ആ ഓമനക്കല്ലേ കൊടുത്തത്? അത് പിന്നെ ഞാൻ അതിലെന്താടാ ഇത്ര സംശയം? ഇവിടുന്ന് അരിയും പഞ്ചസാരയും അപ്പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് പ്രണയം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. അതല്ലേ അപ്പന്റെ പരിപാടി? വിശന്നിട്ട് വയ്യ തോമസ് ചേട്ടാ, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. വാ. അതെ, ഞങ്ങൾ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഈ വീട് ഇവിടെ ഉണ്ടാവോ അതോ ഓമനയ്ക്ക് എഴുതി കൊടുക്കോ? ഒരു ഉണക്ക കാമുകൻ, ഇത്ര പ്രായമായില്ലടോ. മാനം പോയി. പുതിയ അരിയാണ് സാർ, ആദ്യമായിട്ട് നമ്മളത് വെക്കുന്നത്. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതിയേ. ശരി സാർ. ഇതിലൊന്ന് സൈൻ ചെയ്ത്. കള്ളക്കണക്കൊന്നും അല്ലല്ലോ? അതെ, അങ്ങനെയാണല്ലോ ഞാൻ 3 ഏക്കർ സ്ഥലവും 4 ബെൻസും വാങ്ങിയത്. ഒപ്പിട. ഇതേതാ ഈ 10,000? ഓർഫനേജിക്ക് കൊടുക്കാൻ വേണ്ടി നിന്റെ അപ്പം മേടിച്ചതാ. അപ്പന്റെ ദാനം കൊടുക്കൽ കുറച്ച് കൂടുന്നുണ്ട്.
ഏ? ഉം. ഒന്ന് രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചപ്പോ ആ. ആരാടാ ഈ ബിരിയാണി വെച്ചേ? ഞാനാ മുതലാളി. ഇതിന് ഉപ്പ് കുറവാടാ. ഉപ്പോ? 2 പിടി ഉപ്പോട് ഇട പോത്തെ. സംശയിക്കണ്ട, പട്ടിയേക്കാൾ ഘ്രാണശക്തിയുള്ള മൂക്കായത്. ഓ, അല്ല, ഞാനൊരു ഉപമ പറഞ്ഞെന്നേ ഉള്ളൂ. എന്താ കുറഞ്ഞു പോയോ? തന്റെ പൊക്കത്തിന് ഇത്രയും ഉപമ മതി. ആ. നീങ്ങ് വന്നേ. ഇതാ വിളിക്കണം. എന്നെയല്ല നിന്നെ. ഓ പിടിച്ചേ. എന്താപ്പാ? ഉം. ഏ ഉം. എന്താ? ഉം. ഓ ഏ? ആ. അയ്യോ, അപ്പം. അയ്യോ, ചെവിടുന്ന് ഇവിടെ പാളുകൾ കാണും. ചെവിടുന്ന് വിട്. അപ്പ, അയ്യോ, 10-35 കൊല്ലക്കാലം എന്റെ കൂടെ നടന്നിട്ട് എന്റെ എന്തെങ്കിലും ഒരു ഗുണം നിനക്ക് കിട്ടിയോടാ? പറ. കോട്ടും സ്യൂട്ടും ഇട്ടോണ്ട് നടന്നാലൊന്നും പാചക മുതലാളിയാകത്തില്ല. ഉണ്ടാക്കി കൊടുത്തുവിടുന്ന സാധനത്തിന്റെ ഉപ്പും മുളകും കണ്ടുപിടിക്കാനുള്ള സാമർഥ്യമാണ്. കേട്ടോടാ, കേട്ടോടാ മോനെ കഴുതേ. വയസ്സാം കാലത്ത് നാണാവില്ലടോ. ഓ, അധികം ചിരിയും കൈയും കലാശം ഒന്നും വേണ്ട. എല്ലാം കണ്ടോണ്ട് താഴെ ഒരുത്തൻ നിപ്പുണ്ട്. കേട്ടോടി പാചകക്കാരി.